സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിലെ വാർഡുകൾ വിഭജിച്ചു. 18 വാർഡുകൾ ഉണ്ടായിരുന്ന പഞ്ചായത്തിൽ 2 വാർഡുകൾ കൂടി വർദ്ധിപ്പിച്ച് 20 വാർഡുകളാക്കിയുള്ള കരട് വിജ്ഞാപനം വന്നു. അതേസമയം വാർഡ് വിഭജനം അശാസ്ത്രീയമായും രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുമാണ് നടത്തിയത് എന്ന ആരോപണവുമായി BJP രംഗത്ത്. 18 വാർഡുകൾ ഉണ്ടായിരുന്ന വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടന്നതോടെ 20 വാർഡുകളായി മാറി. 1 മുതൽ 18 വരെയുള്ള ഭൂരിഭാഗം വാർഡുകളുടെയും അതിർത്തികളിൽ മാറ്റം വരുത്തിയാണ് വിഭജന പ്രക്രിയ നടന്നിട്ടുള്ളത്. പനയൂർ സൗത്ത്, മനിശ്ശേരി ഈസ്റ്റ് എന്നീ വാർഡുകൾക്കാണ് പുതുതായി രൂപം നൽകിയത്. വിഭജനത്തിന്റെ ഭാഗമായി നിലവിലുണ്ടായിരുന്ന വാർഡുകളുടെ അതിർത്തികളിൽ മാറ്റം വന്നിട്ടുണ്ട്. വിഭജനത്തിന്റെ കരട് വിജ്ഞാപനം വന്നപ്പോൾ അശാസ്ത്രീയവും രാഷ്ട്രീയ പ്രേരിതവുമായ വിഭജനമാണ് നടന്നതെന്ന ആരോപണവുമായി BJP രംഗത്ത് വന്നു. ഭരണകക്ഷിക്ക് അനുകൂലമായ വിധത്തിലാണ് വാർഡുകളുടെ അതിർത്തി നിശ്ചയിച്ചതെന്നും സാധാരണക്കാരായ വോട്ടർമാർക്ക് പോളിംഗ് ബൂത്തിൽ കിലോമീറ്ററുകൾ ദൂരം താണ്ടണമെന്നും യോഗങ്ങൾ വിളിച്ചു ചേർക്കുമ്പോൾ യോഗത്തിൽ പങ്കെടുക്കാനും കിലോമീറ്ററുകളോളം താണ്ടി എത്തിച്ചേരേണ്ട അവസ്ഥ വരുമെന്നും BJP പാർലമെന്ററി പാർട്ടി നേതാവ് AP പ്രസാദ് ആരോപിച്ചു. വാണിയംകുളം പഞ്ചായത്തിലെ വാർഡ് വിഭജനം തികച്ചും അപര്യാപ്തമായ രീതിയിൽ, രാഷ്ട്രീയ പ്രേരിതമായ രീതിയിലാണ് വാണിയംകുളത്ത് വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. നിലവിലുണ്ടായിരുന്ന 18 വാർഡുകളെ 20 വാർഡായി വിഭജിക്കുമ്പോൾ ജനങ്ങളുടെ സൗകര്യങ്ങളോ ഭൂമിശാസ്ത്രപരമായിട്ടോ ജനസംഖ്യാപരമായിട്ടോ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും നോക്കാതെ ഭരിക്കുന്ന CPM-ന് വേണ്ടി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയത്തിന് അനുസൃതമായ രീതിയിലാണ് വാണിയംകുളം പഞ്ചായത്തിലെ വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. സാധാരണക്കാരൻ്റെ ക്ഷേമത്തിനോ സാധാരണക്കാരന് ഒരുമിച്ച് കൂടാനോ ഒരു ഗ്രാമസഭ പോലും നല്ല രീതിയിൽ നടത്താൻ പറ്റുന്ന തരത്തിലല്ല വാർഡ് വിഭജനം നടത്തിയിട്ടുള്ളത്. പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ട് ചെയ്യാൻ ഒരു വോട്ടർ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അധികം യാത്ര ചെയ്തു പോകേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുന്ന തരത്തിലാണ് വാണിയംകുളത്തിൽ വാർഡ് വിഭജനം നടത്തിയത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5-ാം വാർഡ് എന്ന് പറയുന്ന പുലാച്ചിത്ര വാർഡിലെ ജനങ്ങൾ കിടക്കുന്നത് അലൈഡ് കോളേജിന്റെ പരിസരത്താണ്. ഒരു ഭാഗം കിടക്കുന്നത് ചെറുകാട്ടുപുലത്തിന്റെ എൻഡിലാണ്. അതുപോലെ മാന്നന്നൂർ വാർഡിന്റെ ഒരു എൻഡ് കിടക്കുന്ന ചോറോട്ടൂർ കാടിന്റെ പരിസരത്താണ്. മറ്റൊരു ഭാഗം കിടക്കുന്നത് നിളാവായനശാലയുടെ ഭാഗത്താണ്. വെള്ളിയാട് വാർഡിനെ തിരിച്ചിരിക്കുന്നത് മാന്ത്രിക വടി കൊണ്ട് തിരിച്ച പോലെയാണ് തിരിച്ചത്. വാണിയംകുളം പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയത്തിന് അതീതമാക്കിക്കൊണ്ട് CPM-ന് അനുകൂലമാകുന്ന തരത്തിൽ ഏറ്റവും മോശമായ രീതിയിൽ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയോ വാർഡ് വിഭജനത്തിന് വേണ്ടിയിട്ടുള്ള മാനദണ്ഡങ്ങളെ മുഴുവൻ കാറ്റിൽ പരത്തിക്കൊണ്ടുള്ള ഒരു വാർഡ് വിഭജനമാണ് വാണിയംകുളത്ത് നടന്നിട്ടുള്ളത്. ഇത് തികച്ചും അശാസ്ത്രീയമാണ്. ഇത് വലിയ ഗുരുതരമായ ഒരു വീഴ്ചയാണ് വാണിയംകുളത്ത് വരുത്തിയിട്ടുള്ളത്. അതേസമയം സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചാണ് വാർഡ് വിഭജനം നടത്തിയതെന്നും വിഭജനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ നടന്നിട്ടില്ലെന്നും രാഷ്ട്രീയ നേതാക്കളല്ല ഉദ്യോഗസ്ഥരാണ് വിഭജന പ്രക്രിയ നടത്തിയതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ പ്രതികരിച്ചു. അശാസ്ത്രീയമായ രീതിയിലാണ് വിഭജനം നടത്തിയതെന്ന BJP നേതാക്കളുടെ ആരോപണത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ സംസ്ഥാനത്ത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിലവിലുള്ള 18 വാർഡുകൾ 20 വാർഡുകളായിട്ട് വിഭജിക്കാനാണ് സർക്കാർ നിർദ്ദേശം. അതിന്റെ അടിസ്ഥാനത്തിൽ വാണിയംകുളം ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥർ വാർഡ് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ മാനദണ്ഡം അനുസരിച്ച് വാർഡ് വിഭജനം പൂർത്തീകരിച്ച് കരട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ കരട് പ്രസിദ്ധീകരിക്കപ്പെട്ട വാർഡിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കോ ഏതെങ്കിലും ആളുകൾക്കോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് നൽകണേന് ഒരു തരത്തിലുള്ള തെറ്റില്ല. നമ്മളെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പാർട്ടികളല്ല വാർഡ് വിഭജനം നടത്തുന്നത്, ഉദ്യോഗസ്ഥരാണ്. ന്യൂസ് ബ്യൂറോ, ഷൊർണൂർ. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ, ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.